ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പം പത്തനംതിട്ട ജില്ലയിൽ, അതായത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിങ്ങളെ ഒന്ന് കാണിച്ചു തരിക കേട്ടോ. നമുക്കറിയാം ഏതാണ്ട് നല്ല സ്പീഡിലാണ് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതായത് നല്ല കാര്യം ചെയ്താൽ ഏത് സർക്കാർ ചെയ്തോട്ടെ ആ സർക്കാരിനെ നമുക്ക് പുകഴ്ത്തൽ നിർബന്ധമാണ്. കാരണം ഒരു മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അതായത് കഠിനാധ്വാനം കൊണ്ടാണ്. കഠിനാധ്വാനം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പത്തനംതിട്ടയ്ക്ക് നല്ലൊരു പുരോഗതി ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം, അതെല്ലാം നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നികത്തുകയും ചെയ്യും. പക്ഷേ നമ്മൾ ജനപ്രതിനിധികൾ ചെയ്യുന്നതിനെ നമ്മൾ അതിനെ അംഗീകരിക്കണം. അതാണ് മലയാളിയും, അതാണ് നാട്ടുകാരും ജനങ്ങളും ചെയ്യേണ്ടത്. ആ ഒരു വീഡിയോയിലേക്ക് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഓക്കെ, ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനേ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹലോ, നല്ല സ്പീഡോടുകൂടിയാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തെ വശമാണ് കാണുന്നത്. സാറേ, ഈ നമുക്കൊരു ഇത് കണ്ടോ, പത്തനംതിട്ട ടൗണിൻ്റെ തന്നെ ഒരു മുഖച്ഛായയ്ക്ക് നല്ലൊരു അതൊരു മാറ്റം ഉണ്ടാകും. കാരണം ഈ ജനറൽ ഹോസ്പിറ്റൽ വരുന്നതോടുകൂടി നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ദ്രുതഗതിയിലുള്ള പണിയാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ അതൊരു സന്ദർശിക്കുകയും അതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന അത്യാവശ്യമാണ്. അതൊരു തീർച്ചയായിട്ടും അത് കോൺട്രാക്ടർക്കും അത് മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു പ്രചോദനം നൽകും. അവർക്ക് അതിന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പണി നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അവർക്ക് ഉതകുകയും ചെയ്യും. അതാണ് ജനപ്രതിനിധി. പല മേഖലയിലും ഞാൻ കാണുന്നുണ്ട്, ജനപ്രതിനിധികൾ നേരിട്ടെത്തുന്നു. നമ്മളെ ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാകട്ടെ, കേരള സർക്കാരിൻ്റെ ഫണ്ടാകട്ടെ, ഈ ഫണ്ട് അനുവദിക്കുമ്പോൾ ജനപ്രതിനിധികൾ അവിടെല്ലാം മിന്നൽ സന്ദർശനം നടത്തും, പണിയുടെ പുരോഗതി വിലയിരുത്തും. അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ല മുതൽക്കൂട്ടാണ്. അത് തന്നെയാണ് പണിയിലെ ക്രമക്കേടോ മറ്റോ ഉണ്ടാകാതിരിക്കാൻ ഒരു ശ്രദ്ധയുണ്ടാകും. അപ്പം അതാണ് നമുക്ക് വേണ്ടത്, നാടിനും വേണ്ടത്, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിനും വേണ്ടത്. നമുക്കറിയാം, ഈ ഉയർന്നു വരുന്ന ഈ ഹോസ്പിറ്റലിന് എല്ലാവിധമായ ആശംസകളും ഉടനടി വാർത്തയുടെ നേർന്നു. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.